ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ വരട്ടാണ്. ഇതൊരു കേരള സ്റ്റൈൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സവാള, അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാൻ ഒരു 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി. ഇനി നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 7-8 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 2 ഗ്രാമ്പു. ഇനി നമുക്ക് മല്ലി, മുളക് മറ്റുള്ളവയും വറുക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. മല്ലി ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പെരിഞ്ജീരകവും കുരുമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറുത്ത് കൊടുക്കാം. നമ്മളുടെ മസാല മൂത്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചെടുക്കാം. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാവും. ഈ പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കനാണ്. ഒരു 1/2 കിലോ ചിക്കൻ വേണം. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഞാനിത് മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട് അത്യാവശ്യം. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചുവന്ന മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
വേണമെങ്കിൽ ചേർത്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. കറിക്ക് അത്യാവശ്യം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ ചട്ടി മൂടി വയ്ക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്നും അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. വീണ്ടും മൂടി വയ്ക്കാം. കണ്ട് വീണ്ടും നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നതിന് വെന്തോളും, എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഏകദേശം വേവായിട്ടുണ്ട്. കണ്ട് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് കൂടി മതിയാവും. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പെരട്ടാണിത്. നമുക്കൊരു 5 മിനിറ്റ്